ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ ഇന്നേക്ക് എന്താ കറി വയ്ക്കാമെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്നാണ് ചെറുപയർ കണ്ടത്. അപ്പോൾ നമുക്കിന്ന് ചെറുപയർ ഉപ്പേരി വയ്ക്കാമെന്ന് തോന്നി. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തരാമെന്ന് വിചാരിച്ചു. ഏകദേശം എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാത്ത ആരെങ്കിലും എന്തെങ്കിലും ഉപകാരമാകുമല്ലോ എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ നമ്മുടെ ഇവിടെ പാലക്കാട് എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ചെറുപയർ വറുത്തിട്ടാണ് കേട്ടോ വേവിക്കാൻ വയ്ക്കുക. ചിലവർ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് അതിനെ വേവിക്കാൻ വയ്ക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ കുക്കറിലിട്ട് അങ്ങനെ വേവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ജസ്റ്റ് അത് വറുത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വയ്ക്കും. അപ്പോൾ അതിൻ്റെ എന്താ തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വറുത്തിട്ടാണ് വേവുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ ഇതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് വരും. പൊട്ടുന്ന സൗണ്ട് വരുമ്പോൾ അത് വറുത്ത് കിട്ടിയെന്നാണ് അത്ര അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറുപയർ വറുത്തിട്ട് അതിനെ നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കുക പറഞ്ഞാൽ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അരിക്കാൻ അറിയില്ല, എങ്കിലും നമ്മൾ അറിയുന്ന പോലെയൊക്കെ അങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യുന്നു എന്ന് മാത്രം. എന്നിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിലടിക്കണം. ഇപ്പോൾ വറുത്തതായതുകൊണ്ട് ഒരു 3 വിസിലൊക്കെ വെന്ത് കിട്ടും. സപ്പോസ് ചിലപ്പോൾ വേകില്ല, അതുകൊണ്ട് ഒരു 4 വിസിൽ. ചിലർക്ക് നന്നായി ഇനി കുഴഞ്ഞ രൂപത്തിൽ വരണം എന്നായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. ഇവിടെ ആർക്കും അങ്ങനെ താല്പര്യമില്ല. ഇച്ചിരി ഇങ്ങനെ ഇതായിട്ടിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതിലേക്ക് ഞാൻ എളുപ്പപ്പണി ആയതുകൊണ്ട് നമുക്ക് ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും അതിൽ തന്നെ ഡയറക്റ്റ് ഇടുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ചെറുപയർ വേവിച്ച ശേഷം കടുക് വറുക്കുന്ന സമയത്ത് ഈ ഉള്ളിയും പച്ചമുളക് ഇടുന്നതാണ് കുറച്ചും കൂടി പെട്ടെന്ന്. പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാൻ ഇങ്ങനെയും ഉപകരിക്കാമല്ലോ. അപ്പോൾ കടുക് വറുക്കാൻ നോക്കുമ്പോൾ കറിവേപ്പിലില്ല. അപ്പോൾ ശരി, എന്നാൽ പിന്നെ ചെടിയിൽ പോയി വലിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറിവേപ്പില വലിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കുക്കറിൽ 3 വിസിൽ അടിച്ച ശേഷം അത് എയറെല്ലാം പോയ ശേഷം വീണ്ടും നമ്മൾ പാത്രം വെച്ചിട്ട് കടുക് വറുക്കുകയാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. ഓയിലാണ് ഞാൻ എടുത്തിട്ട് നമ്മൾ കടുകിട്ട് കറിവേപ്പിലയും അതിലേക്ക് ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് അത് കരിഞ്ഞു പോയിട്ടോ. എൻ്റെ കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച ചെറുപയറില്ലേ അത് ഇതിലേക്ക് എടുത്തിടുക. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ ആ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ചെറുപയർ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രോട്ടീൻ വൈറ്റമിൻ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സിമ്പിളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ചെറുപയർ ഉപ്പേരി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്